ഒരു വ്യക്തിയെ ക്രൂശിക്കാം. ഒരു പാവപ്പെട്ട വ്യക്തിയെ ക്രൂശിച്ചു കൊണ്ടേയിരിക്കാം. അങ്ങനെ ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മനോവേദന നമ്മളാരും അറിയാറില്ല. പറഞ്ഞു വരുന്നത് പത്മശ്രീ ഡോക്ടർ സുന്ദർ മേനോൻ്റെ കഥയാണ്. പത്മശ്രീ ഡോക്ടർ സുന്ദർ മേനോൻ മലയാളത്തിൻ്റെ സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും ഒക്കെ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. അദ്ദേഹം അറിയാതെ ഒരു കേസിൽ പെട്ടു. അദ്ദേഹം ഒരു കേസിൽ പെട്ടപ്പോൾ നമ്മുടെ യൂട്യൂബ് മാധ്യമങ്ങളും ഒക്കെ അങ്ങ് സജീവമായി രംഗത്ത് വന്നു. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത് എന്താ പറയുക, പറയാൻ അരുതാത്ത കഥകൾ. മറുനാടൻ ഷാജനാണ് അദ്ദേഹത്തിനെതിരെ കഥകളുമായി വന്നത്. അദ്ദേഹം പല പല കേസുകളിൽ പ്രതിയാണ് എന്നൊക്കെ പറഞ്ഞാണ് മറുനാടൻ ഷാജൻ വന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരുപാട് ബാധിച്ചു. പൊളിറ്റിക്സ് കേരള പലർക്കും എതിരെ ന്യൂസ് അടിക്കാറുണ്ട്. പക്ഷേ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ കടന്ന് ചെന്നുകൊണ്ട് പൊളിറ്റിക്സ് കേരളയിൽ ഒരു ന്യൂസും വരില്ല. പത്മശ്രീ ഡോക്ടർ സുന്ദർ മേനോൻ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണ്. ഒരുപാട് പേരെ സഹായിച്ച വ്യക്തി. അട്ടപ്പാടിയിൽ പാവപ്പെട്ടവർക്ക് അദ്ദേഹം നൽകിയ ധനസഹായം ശ്രദ്ധേയമാണ്. മാത്രമല്ല, അദ്ദേഹം നെല്ലിമരങ്ങൾ വെച്ച് പിടിപ്പിച്ചു തൃശ്ശൂർ നഗരത്തിൽ ഒക്കെ. പരിസ്ഥിതി പ്രവർത്തകനാണ് അദ്ദേഹം. പരിസ്ഥിതി പ്രവർത്തനം എന്നതിൽ ഉപരി സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം പോലും അറിയാതെ ഒരു കേസിൽ ഉൾപ്പെട്ടു. അദ്ദേഹം ഒരു കമ്പനി നടത്തി, ധന ഇടപാടുമായി ബന്ധപ്പെട്ട കമ്പനി. ആ കമ്പനിയുടെ പോക്ക് സുഖകരമല്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അന്തസ്സായി അവിടെ നിന്ന് രാജിവെച്ച് ഇറങ്ങി. പക്ഷേ പിന്നീട് കേസായി. അദ്ദേഹത്തെ ആരൊക്കെയോ ചേർന്ന് ചതിച്ചു. കമ്മീഷണറുടെ ഫോൺ വന്നു എന്ന് പറഞ്ഞ് കമ്മീഷണർ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തെ. അവിടെ വെച്ച് ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം 3 മാസം ജയിലിൽ കിടന്നു എന്നാണ് ഞാൻ അറിയുന്നത്. മറുനാടൻ ഷാജനും ടീമും ഒക്കെ തടകുടഞ്ഞ് എണീക്കുമ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തത് ആരാണ് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാതെ പോയി. അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തത് മോദി സർക്കാർ തന്നെയാണ്. മറുനാടൻ ഷാജനൊക്കെ പറഞ്ഞത് ആ പത്മശ്രീ തിരിച്ചെടുക്കണമെന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്മശ്രീ ഒന്നും തിരിച്ചെടുത്തിട്ടില്ല. അദ്ദേഹം സജീവമായി തന്നെ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ നിലനിൽക്കുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ അദ്ദേഹത്തെപ്പറ്റി ഒരുപാട് തിരക്കി. ഞാൻ അറിഞ്ഞിടത്തോളം ഇരുചെവി മറുചെവി അറിയാതെ എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് സുന്ദർ മേനോൻ. പാവമാണ് സുന്ദർ മേനോൻ. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറന്തള്ളാൻ, ചവിട്ടി പുറത്താക്കാൻ കുറേ പേർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. പൊളിറ്റിക്സ് കേരളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പറ്റി ഒരു സ്റ്റോറി ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ തിരഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഒരു പാവപ്പെട്ട മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തു മറുനാടൻ ഷാജൻ. അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവൻ്റെ രീതിയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട മനുഷ്യരുടെ രോദനങ്ങൾ അവനൊരു
അവനൊരു വിനോദമാണ്. പാവപ്പെട്ട മനുഷ്യരുടെ രോദനങ്ങൾ വിനോദമാക്കി മാറ്റുന്നു ഷാജൻ അദ്ദേഹത്തെപ്പറ്റി, സുന്ദർ മേനോനെ പറ്റി, പത്മശ്രീ ഡോക്ടർ സുന്ദർ മേനോനെ പറ്റി ന്യൂസുകൾ നിരന്തരം പുറത്തുവിട്ടു. ഷാജൻ ഒരു ന്യൂസ് പുറത്തുവിടുമ്പോൾ അതിനെ ഏറ്റുപിടിക്കാൻ കുറേ ചാനലുകൾ ഉണ്ടാകും. ഉദാഹരണത്തിന് മമ്മൂട്ടിക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞു കളഞ്ഞു ഷാജൻ അങ്ങനെ പറയാൻ തോന്നി എന്നുള്ളത് വലിയൊരു വിചിത്രമായ കാര്യമാണ്. മമ്മൂട്ടിക്ക് ക്യാൻസറും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല, അയാൾ ബസൂക്കയുടെ പ്രമോഷൻ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും ഷാജൻ്റെ ക്രൂരതയിൽ തകർന്നുപോയ ഒരു മനുഷ്യനാണ് പത്മശ്രീ ഡോക്ടർ സുന്ദർ മേനോൻ. അദ്ദേഹത്തിന് ചുമ്മാ പത്മശ്രീ കിട്ടില്ലല്ലോ. നമുക്കൊരു പെറ്റി കേസുണ്ടെങ്കിൽ പോലും പത്മശ്രീ കിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി എന്ന ചോദ്യം മറുനാടനോട് ഞാൻ ചോദിക്കുന്നു. വെറുതെ ഒരാളെ ഇൻസൾട്ട് ചെയ്യുക, വെറുതെ ഒരാളെ പറ്റി നിരന്തരം സ്റ്റോറി അടിക്കുക, ആ സ്റ്റോറി അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. ആ മനോവൈകൃതത്തിന് ഉടമയാണ് മറുനാടൻ ഷാജൻ എന്നെനിക്ക് പറയേണ്ടി വരും. പത്മശ്രീ സുന്ദർ മേനോൻ ചെയ്ത പുണ്യപ്രവൃത്തികൾ നമുക്ക് മറക്കാൻ പറ്റില്ല. ആഹാരമില്ലാത്തവർക്ക് ആഹാരം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം, ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു അയാൾ. അട്ടപ്പാടിയിൽ പല പല ചാരിറ്റി പ്രവർത്തകരുമായി ചേർന്ന് പല പല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു അയാൾ. ആ ചാരിറ്റി പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് അയാൾക്ക് പത്മശ്രീ കൊടുത്തത്. ഷാജൻ സ്ക്രീക്ക് പത്മശ്രീ നാളെ കിട്ടുമായിരിക്കും. നല്ലതാണ്, പത്മശ്രീ എപ്പോഴും നല്ലതാണ്, അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം. അങ്ങനെയൊക്കെയാണ് എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലത്തിൻ്റെ പോക്ക്. ആർക്ക് വേണമെങ്കിലും പത്മശ്രീ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. പക്ഷേ സുന്ദർ മേനോന് പത്മശ്രീ കൊടുത്തത് ഷാജൻ സ്കറിയ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മോദിയാണ്. മോദി സർക്കാരിൻ്റെ കാലത്താണ് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തത്. ഒരു പെറ്റി കേസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും പത്മശ്രീ കിട്ടില്ലായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഇപ്പോൾ ഒരുപാട് ക്രൂശിക്കപ്പെടുന്ന വ്യക്തിയാണ്. തിരുവമ്പാടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. തിരുവമ്പാടി ദേവസ്വം ബോർഡ്, അതിൻ്റെ കീഴിൽ പല പല സ്ഥാപനങ്ങൾ ഒക്കെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തെപ്പറ്റി ഞാൻ ഒരുപാട് തിരക്കി, ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി. എൻ്റെ 25 വർഷത്തെ പത്രപ്രവർത്തനത്തിൽ എനിക്ക് തൃശ്ശൂർ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. പക്ഷേ പലരും എന്നോട് പറഞ്ഞത്, ഭൂരിഭാഗം പേരും എന്നോട് പറഞ്ഞത് അദ്ദേഹം നിരപരാധിയാണ് എന്നാണ്. ഒരു നിരപരാധിയെ ക്രൂശിക്കുകയായിരുന്നു ഷാജൻ സ്കറിയ. കൂടെ അദ്ദേഹത്തിന് കുഴലെഴുത്ത് നടത്തുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ. ഷാജൻ സ്കറിയയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആപ്പിൽ അയാൾ പെട്ടിരിക്കുകയാണ്. മമ്മൂട്ടിക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞൊരു സ്റ്റോറി അടിച്ചു. അദ്ദേഹത്തിൻ്റെ വലങ്കൈയായ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. അത് ഷാജന് വലിയൊരു തിരിച്ചടിയായി മാറി. ഷാജൻ്റെ മറ്റൊരു സ്നേഹിതനായ ക്രൈം ഓൺലൈൻ നടത്തുന്ന നന്ദകുമാർ ഷാജനെതിരെ സ്റ്റോറി അടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒറ്റപ്പെടുകയാണ് ഷാജൻ ഈ സമൂഹത്തിൽ. സുന്ദർ മേനോനെ പറ്റി പല വിധത്തിലുള്ള കഥകൾ അതിമനോഹരമായി ഷാജൻ അയാളുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. പക്ഷേ അതിലൊന്നും ഒരർത്ഥവുമില്ല. ഷാജന് തൊടാൻ കഴിയില്ല സുന്ദർ മേനോനെ. ഷാജന് തൊടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, സുന്ദർ മേനോൻ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ വ്യക്തമായി എനിക്ക് അറിയാം.
ആ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റെ മൊബൈലിൽ വന്ന് കിടപ്പുണ്ട്. എന്തായാലും ഷാജ, ദ്രോഹിക്കാം ഒരാളെ, പരമമായി ദ്രോഹിക്കരുത്. വേദനിപ്പിക്കാം ഒരാളെ, പക്ഷേ ക്രൂരമായി വേദനിപ്പിക്കരുത്.